ജോയൽ നിന്റെ കോളേജ് 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 അയ്യോ നമ്മൾ സാധാരണ കേൾക്കുന്ന പ്രൊണൗൺസിയേഷൻ അല്ല, വാക്കുകൾക്ക് വ്യത്യാസമുണ്ട്. അതെന്താ അങ്ങനെ? കാരണം ഇപ്പൊ നമ്മൾ കേട്ടത് ബംഗാളി വേർഷൻ ബാസിഗർ ആണ്. ബാസിഗർ ഭയങ്കര സൂപ്പർ ഡൂപ്പർ ഹിറ്റായിട്ടിരിക്കുമ്പോ ഇതിന്റെ പ്രൊഡ്യൂസേഴ്സിന്റെ ഒരു ആഗ്രഹം ഇത് ഡബ് ചെയ്ത് ബംഗാളി ലാംഗ്വേജിൽ ഇറക്കണം. ആക്ച്വലി സിനിമ ഇറങ്ങിയില്ലോ എന്ന് എനിക്കറിയില്ല, പക്ഷെ പാട്ട് ഇറങ്ങി. അതാണ് നമ്മളിപ്പോ കേട്ടത്. ആൻഡ് ദിസ് സോങ് പെർട്ടിക്കുലർലി ഇതിനെ ചുറ്റിപ്പറ്റി കുറെ കഥകളുണ്ട്. അതായത് ബാസിഗറിന്റെ മ്യൂസിക് ഡയറക്ടർ അനു മാലിക് ആണ്, പക്ഷെ ആക്ച്വലി ഡയറക്ടേഴ്സ് അപ്രോച്ച് ചെയ്തത് നദീം ശ്രവണിനെയാണ്. ഈ നദീം ശ്രവണിന് കജോളിന് ഭയങ്കര ഇഷ്ടമാണ്. ദേഖുദി എന്ന് പറയുന്ന സിനിമയിലാണ് കജോൾ ആദ്യമായിട്ട് അഭിനയിക്കുന്നത്. അതിൽ മ്യൂസിക് ഡയറക്ട് ചെയ്തത് നദീം ശ്രവണാണ്. അപ്പൊ ഇവര് മറ്റു പല സിനിമകളിലും കജോളിനെ സജസ്റ്റ് ചെയ്യാറുണ്ട്. അങ്ങനെ ഏതോ ഒരു സിനിമയുടെ കാര്യം സംസാരിക്കാൻ വേണ്ടി കജോളിന്റെ വീട്ടിൽ ചെന്നപ്പോൾ കജോളിന്റെ അമ്മയായ തനൂജ അത്ര രസമില്ലാതെ ഇവരോട് ബിഹേവ് ചെയ്തു എന്നോ അങ്ങനെ എന്തോ ഒരു പ്രശ്നം പറഞ്ഞ് കജോളിനെ ഈ സിനിമയിൽ നിന്ന് മാറ്റിയാൽ ഞങ്ങൾ മ്യൂസിക് ഡയറക്ട് ചെയ്യാമെന്ന് പറഞ്ഞു. അതെങ്ങനെ ശരിയാവും? അങ്ങനെ നദീം ശ്രവൺ മാറി അനു മാലിക് ബാസിഗറിന്റെ സീനിലേക്ക് വന്നു. ഇൻഫാക്ട് ഈ ബാസിഗർ എന്നുള്ള പാട്ട് ആക്ച്വലി നദീം ശ്രവൺ മ്യൂസിക് ചെയ്തിരുന്നോ, പക്ഷെ ആ സമയത്ത് ബാസിഗറോ ബാസിഗർ എന്നായിരുന്നില്ല, ജാദൂഗർ ഹോ ജാദൂഗർ എന്നായിരുന്നു ലിറിക്സ് അത്ര. എന്നിട്ട് അനു മാലിക് വന്നിട്ട് ഈ മ്യൂസിക് അങ്ങനെ നിലനിർത്തി ജാദൂഗർ എന്നുള്ള വാക്കെടുത്ത് മാറ്റി ബാസിഗറോ ബാസിഗർ എന്നാക്കി മാറ്റി എന്ന് പറഞ്ഞു കേട്ടിരിക്കുന്നു. ഈ പാട്ടിലെ ഷാരൂഖ് ഖാൻ നടക്കുന്ന വഴിയാ. പക്ഷെ ആക്ച്വലി ഷാരൂഖ് ഖാൻ കുതിരപ്പുറത്ത് കയറാൻ ഭയങ്കര പേടിയായിരുന്നു അത്ര. അതുകൊണ്ട് ഈ പാട്ടില് നമ്മൾ കാണുന്ന ഷാരൂഖ് ഖാൻ എന്ന് പറയുന്നത് ഷാരൂഖ് ഖാൻ അല്ല, കുതിരപ്പുറത്തിരിക്കുന്നത് കുതിരയുടെ ഓണറോ മറ്റോ ആണത്ര. ഈ പാട്ട് മറിഞ്ഞു പോകുന്നത് പോലെ കുതിരപ്പുറത്ത് ഷാരൂഖ് ഖാൻ അങ്ങ് മറിഞ്ഞു പോകുന്നതായിട്ടാണ് കാണിക്കുന്നത്. ആ സീനിനെ പറ്റി ഡയറക്ടർ പറയുന്നത് ആ സീനിൽ ഷാരൂഖ് ഖാൻ കുതിര ഉപയോഗിച്ചിട്ടില്ല അത്ര, ഇങ്ങനെ മറിഞ്ഞു പോകണല്ലോ. അപ്പൊ കുതിരപ്പുറത്ത് പോകുന്ന ഫീലിൽ ആക്ട് ചെയ്ത് കുതിരയുടെ ഈ കഥ കേട്ടതിന് ശേഷം ആ പാട്ട് കണ്ടോക്കണം അല്ലെ. ഇനി അടുത്ത പാട്ടിനെ പറ്റി, മറ്റു ലാംഗ്വേജിലെ പാട്ടുകളിൽ നിന്നൊക്കെ ട്യൂൺ അടിച്ചു